എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വില്ലന്മാര് അവരാണെങ്കില് ലൂഫിയൻ ടീം മറന്നു നിൽക്കുന്ന ആ ഒരു സ്നോ മുഴുവൻ ഷൂട്ട് ചെയ്ത് തകർത്തിടും. ഉസോപ്പ് പറയും, ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല, എത്രയും വേഗം നമുക്ക് തിരികെ പോവാം, അതാണ് ഏക വഴി. പക്ഷെ ലൂഫി ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ മുൻപോട്ടേക്ക് തന്നെ പോകും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നമുക്ക് പോകണമെന്ന് പറഞ്ഞ് ലൂഫി വാശി പിടിക്കും. അതിനാ ബ്രൗൺ ബിയർഡ് ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും നിങ്ങളെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല, ഞാനാണ് സാക്ഷാൽ ബ്രൗൺ ബിയർഡ്, എന്റെ പവറിൽ ഞാൻ നിങ്ങളെ കൊന്നു കളയെന്ന് പറഞ്ഞ് പമ്പൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ഉസോപ്പിനോടും സോറോയോടും ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഈ ബ്രൗൺ ബിയർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവര് പറയും, ഞങ്ങൾക്കൊന്നും അറിയില്ല. ബ്ലാക്ക് ബിയർഡിനെ അറിയാം, വൈറ്റ് ബിയർഡിനെ അറിയാം, ഇതേതാ ഈ ബ്രൗൺ ബിയർഡ്? ഇത് വല്ല ഡൂക്ലി ബിയർഡും ആയിരിക്കുമെന്ന് ഉസോപ്പ് പറയും. അതിന് നമ്മുടെ ലൂഫി അവൻ വിളിച്ചു പറയും, ഹലോ ബ്രൗൺ ബിയർഡ്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, ആരും തന്നെ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അത് കേട്ട് ബ്രൗൺ ബിയർഡിന് കലിയിളകി അവൻ ഗണ്ണെടുത്ത് വെള്ളത്തിലേക്ക് അറിഞ്ഞ പൊറഞ്ഞ ഷൂട്ട് ചെയ്യും. ആ ബോട്ടാണെങ്കിലും മറിഞ്ഞ് നമ്മുടെ ആൾക്കാർ വെള്ളത്തിൽ പെട്ടുപോകും. ബ്രൗൺ ബിയർഡിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അരേ വാ, നമ്മുടെ പ്ലാൻ അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി. ഇവിടെ ലൂഫിയും റോബിനും അവർക്ക് രണ്ടുപേർക്കും ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ വെള്ളത്തിനടിയിലേക്ക് പോകും. നിമിഷ നേരങ്ങൾ കൊണ്ട് ഉസോപ്പും സോറയും അവർ രണ്ടുപേരും ചേർന്ന് റോബിനെയും ലൂഫിയെയും അങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് കൊണ്ടുവരാണ്. നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടു കരുന്നത് കണ്ട ബ്രൗൺ ബിയർഡ് അവൻ വീണ്ടും അവന്റെ ടീമോട് ചേർന്ന് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. ജോറോ ലൂഫിയെ ഇപ്പൊ ഉസോപ്പിന്റെ കയ്യിൽ കൊടുക്കും. ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോഴേക്കും സോറോയെ ആരോ ഇപ്പൊ വെള്ളത്തിനടിയിൽ നിന്ന് അവന്റെ കാല് പിടിച്ചു വലിക്കാൻ തുടങ്ങും. സോറോ, എന്തു പറ്റി? എന്താ ഉണ്ടായേ? ഉസോപ്പ് താഴേക്ക് നോക്കും. അവനെ പിടിച്ചു വലിച്ചത് മറ്റൊന്നുമല്ല, വമ്പൻ ഷാർക്കുകള്. ബ്രൗൺ ബിയർഡിനാണെങ്കിൽ ഇരട്ടി സന്തോഷം. അവൻ പറയും, വിഡ്ഢികളെ, ഇത് ആക്ച്വലി വെറും ലേക്ക് മാത്രമല്ല, ലേക്കും കടലും ഒന്നിക്കുന്ന സ്ഥലമാണ്. ഇവിടേക്ക് ഒരുപാട് ഷാർക്കൊക്കെ വരാറുണ്ട്. ഇന്ന് അവറ്റകളുടെ ഭക്ഷണം അത് നിങ്ങളാണെന്ന് പറഞ്ഞ് അവ പൊട്ടിച്ചിരിക്കും. വില്ലനാണെങ്കിൽ ഗ്യാപ്പില് വീണ്ടും നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ പറയും. ഉസോപ്പ് റോബിനെയും ലൂഫിയെയും ഇപ്പൊ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറുകയാണ്. വില്ലന്മാരാണെങ്കിൽ വീണ്ടും ഷൂട്ട് ചെയ്യും. പക്ഷെ ആ ഗണ്ണ് അതിപ്പോ തണുത്ത കാറ്റടിച്ച് ഫ്രീസായി ബുള്ളറ്റ് ആ ഗണ്ണിന്റെ അകത്ത് തന്നെ ഇരുന്ന് പൊട്ടി അങ്ങോട്ട് തെറിച്ച് ഗണ്ണ് പിടിച്ചവർക്ക് ഇപ്പൊ പരിക്ക് പറ്റും. ഉസോപ്പ് ആണെങ്കിൽ ഷോക്കായിട്ട് നോക്കും, എന്താ സംഭവിക്കണേന്ന്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഉസോപ്പ് കാണും നമ്മുടെ ബ്രൂക്ക് അവൻ ഐസ് വിസാർഡ് പവർ ഉപയോഗിച്ച് ആ ഗണ്ണെല്ലാം ഫ്രീസ് ചെയ്തു. ബ്രൗൺ ബിയർഡ് ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ ബ്രൂക്കിനോട് ചോദിക്കും, സത്യം പറയും, നീ ആരാ? അതിനവൻ പറയും, ഞാനാണ് സാക്ഷാൽ ബ്രൂക്ക്, ഒരുപാട് തവണ മരിച്ച് വീണ്ടും എഴുന്നേറ്റ് വന്ന ദ റിയൽ ബ്രൂക്ക്. എന്റെ പവർ ഉപയോഗിച്ചാണ് ഞാൻ നിന്റെ ചിങ്കടികളുടെ ഗണ്ണ് അത് ഫ്രീസ് ചെയ്തത്. ഞാനിപ്പോ സ്ട്രോ ഹാറ്റ് കിങ്ങിന്റെ കീഴിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങളുടെ ടീംമേറ്റ്സിനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും സ്ക്വാഡ് എടുത്ത് അറഞ്ചം പൊറഞ്ചം വെട്ടി ആ വില്ലന്മാരെ താഴെയിടും. ബ്രൗൺ ബിയർഡ് ആണെങ്കിൽ ഷോക്കാവും. അവന്റെ ടീമിൽ ഇത്രയും പവറുള്ള ഒരുത്തനുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബ്രൗൺ ബിയർഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ബ്രൂക്കിന്റെ അടുത്തേക്ക് വരും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആൾക്കാരുടെ ദേഹത്ത് കൈവെക്കും? ഇതൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിന്റെ ആൾക്കാര് ഇപ്പൊ ഷാർക്കിന് ഫുഡായിട്ടുണ്ടാവും പറഞ്ഞ് അവൻ ലേക്കിലേക്ക് നോക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് പകരം ഷാർക്കുകളായിരിക്കും ചത്തു മലച്ച് കിടക്കുക. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാര് ഇപ്പൊ വലിയൊരു ഐസ് കട്ടയിൽ ചവിട്ടി ആ വില്ലന്റെ അടുത്തേക്ക് വരികയാണ്. സോറോ ദേഷ്യപ്പെട്ട് പറയും, ബ്രൗൺ ബിയർഡ്, നീ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങളുടെ പവറിന് മുൻപിൽ നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നിന്നെ കഴിഞ്ഞും വലിയ സീക്കിങ്സിനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതുമാത്രമല്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ലെന്ന് പറയുമ്പോഴേക്കും തണുത്ത കാറ്റൊക്കെ അടിച്ച് നമ്മുടെ ആൾക്കാർ ഇപ്പൊ ഫ്രീസായി പോകാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ അതിലുള്ള ഓരോരുത്തരെയും ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. വില്ലന്മാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ കൃത്യമായ പ്ലാൻ ഉണ്ട്. അവര് ആ വില്ലന്മാരെ എയിം ചെയ്യുന്നത് തല്ലി തോൽപ്പിക്കാനല്ല, അവരുടെ ഡ്രസ്സ് അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാനാണ്. ഇവിടെ ബ്രൗൺ ബിയർഡ് ആണെങ്കിൽ ഇപ്പൊ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാർ ആരാണെന്ന് മനസ്സിലാക്കും. അവന്റെ കാലും കൈയൊക്കെ നടുങ്ങി വിറച്ച് അവൻ അവന്റെ ടീമിനോട് പറയും, ഇവൻ മറ്റാരുമല്ല, ആ ഫയർ ഫിസ്റ്റിന്റെ ബ്രദറാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് നേവിയെ പോലും വെല്ലുവിളിച്ച സാക്ഷാൽ ലൂഫി. ബ്രൗൺ ബിയർഡും അവന്റെ ടീമും അവരെല്ലാവരും പേടിച്ച് വിറച്ച് ഇപ്പൊ തിരിഞ്ഞോടാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വിടാതെ അവരുടെ പിന്നാലെ പോയി ഫൈറ്റ് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ഇപ്പൊ സ്മോക്കറിന്റെ കപ്പല് വലിയൊരു സർക്കിളിൽ അങ്ങനെ തൂക്കിയെടുത്ത് അവരുടെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്മോക്കറിന്റെ അസിസ്റ്റൻസിനാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് പേടിയാവും. ബോസ്,
ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞതല്ലേ നമുക്ക് തിരികെ പോവാന്ന്. ഇപ്പോ നിങ്ങളുടെ ഒറ്റൊരാളുടെ വാശി കാരണം എല്ലാവരുടെയും ലൈഫ് വലിയ അപകടത്തിലായി. മാത്രമല്ല നമ്മുടെ കപ്പല് അത് ഓൾമോസ്റ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്മോക്കറിനാണെങ്കിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും യാതൊരു കുലുക്കവുമില്ല. അപ്പം ഫുൾ കലിപ്പില് ഇപ്പോഴും ട്രഫാൽഗർ ലോയെ നോക്കിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് നമ്മുടെ ആൾക്കാർ ഉടനെ ആ സാമുറായി വിളിച്ചു പറയും, നിക്കടാ അവിടെ, എനിക്ക് തിരികെ പോകണം, എന്നെ വെട്ടി എറിഞ്ഞവൻ അവൻ അവിടെ തന്നെ നിപ്പുണ്ട്. ആക്ച്വലി ആ സാമുറായിയെ വെട്ടിയത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ട്രഫാൽഗർ ലോ ആണ്. സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും, ഞങ്ങൾ കൊണ്ട് പറ്റില്ല, അവിടേക്ക് തിരികെ പോയാൽ അത് വലിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും നമ്മുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. അവരാണെങ്കിൽ വീണ്ടും ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടുമ്പോൾ ട്രഫാൽഗർ ലോ അവനാണെങ്കിൽ ആ സാമുറായിയുടെ തല അത് ഓൾറെഡി ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നു. അവൻ വലിയൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് അല്ലെങ്കിൽ ജീവൻ അതിപ്പോ അതിലങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഉടനെ നാമിയാണെങ്കിൽ ഇപ്പൊ സാഞ്ചി സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങും. അവനെ പോലെ സിഗരറ്റ് ഒക്കെ കത്തിക്കാൻ കൈകൊണ്ട് ആക്ഷൻ ഇടും. സാഞ്ചി ആണെങ്കിൽ ചോപ്പറിനെ പോലെ തുള്ളിച്ചാടും. അതേസമയം ഇവിടെ ഫ്രാങ്കിയുടെ ബോഡിയിൽ നാമിയും, ചോപ്പറിന്റെ ബോഡിയിലാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കി. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്കായി പരസ്പരം നോക്കും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒന്നും മനസ്സിലാവില്ല. അവർ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ, നിങ്ങളെന്താ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നേ? നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും അവരുടെ ക്യാരക്ടേഴ്സ് അതിപ്പോ പരസ്പരം മാറിയിരിക്കുകയാണെന്ന്. അവരെങ്ങനെ റൗണ്ട് ചെയ്ത് നിന്ന് വീണ്ടും പരസ്പരം നോക്കും. ഇവിടെ ട്രഫാൽഗർ ലോ ആണെങ്കിൽ ഇപ്പൊ സ്മോക്കറിന്റെ കപ്പല് അതങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിനകത്തുണ്ടായിരുന്ന സാധനങ്ങള് അത് പുറത്തേക്ക് തെറിക്കും. സ്മോക്കർ പല്ലൊക്കെ കടിച്ച് ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കപ്പലെടുത്ത് ഇങ്ങനെ ഇണ്ടനടിക്കും, മര്യാദക്ക് അത് താഴെ വെക്ക്. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ അവൻ പറഞ്ഞ തീരെ ഇഷ്ടാവില്ല. അവൻ സ്ക്വാഡ് എടുത്ത് ആ കപ്പല് രണ്ടായിട്ട് വെട്ടും. രണ്ട് കഷ്ണമൊക്കെ കപ്പല് ഇപ്പൊ അവർക്ക് നേരെ അവൻ വലിച്ചെറിയും. സ്മോക്കറും ടഷിക്കയും അത് കാണേണ്ട താമസം ഉഷാറായിട്ട് ഓടും. അസിസ്റ്റൻസ് ആണെങ്കിൽ ഒരു സെക്കൻഡ് പകച്ചു പോവും. അവരുടെ മാസ്റ്റർ ഓടുന്നത് കണ്ട് അവരും ഇപ്പൊ ഓടുകയാണ്. മാസ്റ്റർ, ഞങ്ങളെ കൂടെ കൊണ്ടുപോകും, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ടെന്ന്. പക്ഷെ മാസ്റ്റർ അത് കേട്ടില്ല. ട്രഫാൽഗർ ലോ ആണെങ്കിൽ വീണ്ടും വലിയ ഐസ്ബർഗനൊക്കെ എടുത്ത് അതും കട്ട് ചെയ്ത് അവർക്ക് മേരെ വലിച്ചെറിയും. അവരാണെങ്കിൽ ഇപ്പൊ ട്രഫാൽഗർ ലോയെ നോക്കി ദേഷ്യപ്പെട്ട് പറയും, നീ ഒരു വാർലോഡല്ലേ, നീ ഇപ്പൊ ചെയ്യുന്നൊക്കെ നിയമവിരുദ്ധമാണ്. ഇത് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായാലും നിന്റെ വാർലോഡ് പദവി അതുപോലും നിനക്ക് പിന്നെ ഉണ്ടാവില്ല. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ അത് കേട്ട് യാതൊരു ക്യൂസലും ഇല്ല. ആള് സിമ്പിൾ ആയിട്ട് പറയും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്കതില് യാതൊരു പ്രശ്നവുമില്ല, എന്നെ അതൊന്നും ബാധിക്കില്ല. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ഞൊട്ടിയടയില് അവരുടെ കയ്യിലുണ്ടായിരുന്ന ട്രാൻസ്പോർട്ടർ സ്നെയില് അത് മുഴുവൻ അവന്റെ ഭാഗത്തേക്ക് കളക്ട് ചെയ്യും. അവര് നിലവിളിക്കും, അത് ഞങ്ങളുടെ സ്നെയിലാണ്, നീ എന്തിനാ അത് തട്ടിയെടുത്ത്, ധൈര്യം ഉണ്ടെങ്കിൽ അത് തിരികെത്താ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കിനി ഒന്നും ചെയ്യാനാവില്ല. ഇവിടെ കണ്ട കാര്യങ്ങള് ആരോടും നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവരെല്ലാം വെട്ടിത്തെറിപ്പിക്കും. അവരുടെ ബോഡി അത് രണ്ട് കഷ്ണമായിട്ട് ഇപ്പൊ താഴേക്ക് വീഴും. പക്ഷെ അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടില്ല. ഇതുപോലെ തന്നെയാണ് ട്രഫാൽഗർ ലോ അവൻ ആ സാമുറായും വെട്ടിയെറിഞ്ഞത്. സ്മോക്കർ ആണെങ്കിൽ വിളിച്ചു പോവും, എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ഈ സർക്കിളിൽ നിന്ന് പുറത്തു പോകും. ഈ സർക്കിളിൽ വെച്ച് അവൻ നമ്മളെ കൺട്രോൾ ചെയ്യാണ്. ഇവിടുന്ന് പുറത്തു പോയിട്ടില്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ടാവില്ല. ടഷിക്കാണെങ്കിൽ ഇത് കണ്ട് സഹിക്കില്ല. അവൾ ഓടി വന്ന് ട്രഫാൽഗർ ലോയെ ആഞ്ഞു വെട്ടും. പക്ഷെ ട്രഫാൽഗർ ലോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവളെ ആഞ്ഞു വെട്ടും. അവളുടെ സ്ക്വാഡ് രണ്ടായിട്ട് തകർന്ന് അവളും രണ്ട് കഷ്ണങ്ങളായി താഴേക്ക് വീഴും. ഇതെല്ലാം നോക്കി ട്രഫാൽഗർ ലോ അവനങ്ങനെ ഫയറായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.